ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്ത് പുക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഓണർ 57 ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ വിശേഷങ്ങളെടുക്കാം. ഇവിടെ വീടിൻ്റെ ഗേറ്റുകൾ വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ കവേഡ് ആയിട്ടുള്ള നല്ല വലിയൊരു വാഹനം SUV പോലുള്ള വലിയൊരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് കാർ പോർച്ചിനുള്ള സ്പേസ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് ഒരു ചെറിയ വാഹനം കൂടി സൈഡിലേക്ക് മാറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ചിനുള്ള സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി നമുക്കിവിടെ കിണർ സൗകര്യം വരുന്നുണ്ട്. വടക്കേ കിഴക്കേ മൂലയിലായിട്ട് ഇവിടെ കിണറിൻ്റെ സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ ഇവിടെ കറുപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകി ഇവിടെ നല്ല മിറ്റുമൊക്കെ നല്ല മനോഹരമാക്കി നൽകിയിരിക്കുന്നു. ഇവിടെ സിറ്റ് ഔട്ട് മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് ഒറ്റപ്പാണിയിൽ തിരുത്താ ഡോറാണ് ഇവിടെ വരുന്നത്. നല്ല ഡിസൈനിലാണ് ഈ ഡോർ ഇവിടെ നൽകിയിരിക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വലുപ്പത്തിലുള്ള ഒരു ലിവിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ സൈഡിലേക്ക് മാറി നല്ല വലിയ ഒരു TV യൂണിറ്റ് കൂടി നൽകിയിരിക്കുന്നു. കൂടാതെ TV യൂണിറ്റിൻ്റെ അകത്ത് നമുക്ക് നല്ല സ്റ്റോറേജ് സ്പേസും ഇവിടെ ലഭ്യമാണ്. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ചെയ്ത് ഈ ലിവിങ് സ്പേസ് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. 7-8 പേർക്ക് ഇരുന്ന് ഈസിയായി ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് അതിവിടെ നിന്നും സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. വാഷ് ബേസിൻ കൗണ്ടറിൽ നല്ല സ്റ്റോറേജ് സ്പേസും ഇവിടെ നമുക്ക് ലഭ്യമാണ്. കൂടാതെ സ്റ്റെപ്പിൻ്റെ അടിയിലും നല്ല ഇൻവെർട്ടറൊക്കെ വെക്കാനുള്ള പ്രൊവിഷനിൽ നല്ല കവേഡായിട്ടുള്ള കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ കിച്ചൺ വരുന്നത് ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചണാണ് വരുന്നത്. കൂടാതെ കിച്ചൻ്റെ ഇവിടെ സൈഡിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള വുഡ് പാനലൊക്കെ ചെയ്തിരിക്കുന്നു. കൂടാതെ നമുക്കിവിടെ കബോർഡ് വർക്കുകളൊക്കെ രണ്ടും അടിയിലും മുകളിലും നല്ല രീതിയിലുള്ള ഇവിടെ സ്റ്റീലിൻ്റെ കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. രണ്ട് അടിയിലും മുകളിലും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ കിച്ചണിൽ നിന്ന് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ ചെറിയ രീതിയിലുള്ള നല്ല ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. വർക്ക് ഏരിയ ഷീറ്റിട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല വർക്ക് ഏരിയക്കുള്ള നല്ല സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇവിടെ താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം ഇവിടെ താഴെ ഒരു ബെഡ്റൂമിനായി തന്നെ നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നല്ല മരവുഡിൽ തീർത്ത നല്ല കബോർഡ് വർക്കുകൾ നമുക്ക് 1, 2, 4 ഇതൊക്കെ ഉള്ള നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ ഫാൾസിലും വർക്കുകളും നമുക്കിവിടെ ലഭ്യമാണ്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം നല്ല വലുപ്പത്തിലാണ് ഇവിടെ ഈ ബാത്റൂം നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ ടൈലുകളൊക്കെ നല്ല ഭംഗിയുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സൈഡിലേക്ക് മാറി നമുക്കൊരു വാഷ് ബേസിൻ കൂടി ഈ സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകൾ ഇവിടെ ടൈലുകളാണ് സ്റ്റെപ്പിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഹാൻഡ് ടൈലുകളൊക്കെ സ്റ്റീലിൻ്റെ നല്ല ഭംഗിയിൽ നല്ല ഡിസൈനിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി നല്ലൊരു പർഗോളയും ഇവിടെ ലൈറ്റിന് വേണ്ടിയിട്ട് നമുക്ക് പർഗോള സംവിധാനവും നൽകിയിരിക്കുന്നു. ഇവിടെ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ നല്ല അപ്പർ ലിവിങ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള അപ്പർ ലിവിങ് ഏരിയ ആണ്. ഇവിടെയും നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ചെയ്ത് അപ്പർ ലിവിങ് ഏരിയയും മനോഹരമാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂമും നമുക്ക് നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ സൈഡിലേക്ക് മാറി നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും മൾട്ടിവുഡിനകത്ത് എടുത്താൽ നല്ല വാൾഡ്രോബ്സുകളും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു.
ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഒരു ചെറിയ വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നല്ല വലിപ്പത്തിലാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയും ചെറിയ രീതിയിലുള്ള ഫാൾ സീലിംഗ് വർക്കുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ഈ ബാത്റൂം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെ ഈ ബാത്റൂമിന് നൽകിയിരിക്കുന്നു. നമുക്ക് സൈഡിലേക്ക് മാറി ചെറിയൊരു വാഷ് ബേസിനും ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിൽ തന്നെയുള്ള യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസിൽ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ നമുക്ക് ഇവിടെയാണ് നൽകിയിരുന്നത്. ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് കവേർഡ് ആയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാൽക്കണി മീഡിയം വലുപ്പത്തിലുള്ള ബാൽക്കണിയാണ് തരുന്നത്. കൂടാതെ നമുക്കിവിടെ ഹാൻഡ് സ്റ്റീലും ഗ്ലാസുകളും നൽകി ഹാൻഡ് റെയിലുകളും ഭംഗിയായിരിക്കുന്നു. 3,100 സെൻറ്റ് സ്ഥലവും 1,400 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 57 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. ഇത് കൂടാതെ നമുക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്.